കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, യുദ്ധത്തിന്റെ ശ്രുതികളും പകർച്ചവ്യാധിയുടെ ശക്തികളും പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുദിനം ബാധിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ആശങ്കകളും പല വിധത്തിലുള്ളതായിരിക്കുന്ന ചിന്തകളും നമ്മെ അലട്ടുമ്പോൾ കർത്താവായ യേശു തമ്പുരാന്റെ പാദപീഠത്തിൽ ചേർന്നിരുന്നു കൊണ്ട്, യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ എന്റെ കോട്ടയാകുന്നു, നീ എന്റെ വെളിച്ചമാകുന്നു, നീ എന്റെ രക്ഷയാകുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം അതിന്റെ പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. കുരികളിൽ ഒരു വീടും വിമൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ യാഗപീഠങ്ങളെ തന്നെ. കഷ്ടതയാകട്ടെ, പ്രയാസമാകട്ടെ, വേദനകളാകട്ടെ, ഏത് തന്നെയായിരുന്നാലും ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണ്. തളർത്തി കളയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ കടന്നു വരും, പല വിധത്തിലുള്ളതായ കാറ്റുകൾ നമ്മളുടെ മേൽ ആഞ്ഞടിക്കും. ആടി ഉലയുന്ന അവസ്ഥയിൽ നമ്മുടെ വിശ്വാസ പടക് തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. തന്റെ ശിഷ്യന്മാർ നിലവിളിച്ചതുപോലെ, യേശുവേ, ദാവീദ് പുത്ര, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവർ ഉറക്ക നിലവിളിച്ചപ്പോൾ യേശു അമരത്ത് എഴുന്നേറ്റു. ഇത്രയും വിശ്വാസമില്ലയോ എന്നവരോട് ചോദിക്കും. യേശു മരത്ത് നിന്നുകൊണ്ട് കാറ്റിനെയും ഇളകി മറിയുന്നതായിരിക്കുന്ന തിരമാലയെ നോക്കിയിട്ട് അത് ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ അത് ശാന്തമായി തീർന്നു. അവരാഗ്രഹിച്ച തുറമുഖത്തവരെ എത്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആടി ഉലയുന്ന അവസ്ഥകൾ, തകർന്നു പോകുന്ന അവസ്ഥകൾ, രോഗാതുരമായ അവസ്ഥകൾ, മാനസികവും ശാരീരികമായി തളർത്തിക്കളയുന്ന വിധത്തിൽ നമ്മെ കാർന്നു തിന്നുവാൻ വരുമ്പോൾ നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നമുക്കൊരു പരിപാലകനുണ്ട്. അവൻ നമ്മുടെ അരികിലേക്ക് അടുത്ത് വരും. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ യാക്കോബ് പറഞ്ഞത്, നിങ്ങൾ അവന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുകയും അവൻ നിങ്ങളുടെ അടുക്കലേക്കും അടുത്ത് വരിക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പലവിധത്തിലുള്ളതായ ഭാരങ്ങളുള്ള പ്രിയപ്പെട്ടവരാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പല പ്രിയപ്പെട്ടവരും ഈ മെസ്സേജ് കണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് പല പ്രിയപ്പെട്ടവരും വിളിക്കുകയുണ്ടായി. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരാവശ്യപ്പെട്ടു. സ്വദേശത്തുള്ളവരും വിദേശത്തുള്ള ആളുകളുമൊക്കെ ഈ നാളുകളിൽ അനേക പ്രിയപ്പെട്ടവർ യുദ്ധശ്രുതികളുടെ നടുവിൽ ഭാരപ്പെടുന്നവരും ഈ കാലഘട്ടങ്ങളിൽ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുടെ മുൻപോട്ടുള്ളതായിരിക്കുന്ന പഠന വിഷയങ്ങളിലുമൊക്കെ വളരെയധികമായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. എന്നോട് സംസാരിച്ച നാഥമെന്ന് കേൾക്കുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ അഗ്നിജാല കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കിന്റെ നടുവിൽ ഉലാവുന്നവരെ ഞാൻ കണ്ടു. കണ്ട മാത്രമേ ഞാൻ ബോധരഹിതനായി വീണു. എന്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എഴുതുക 7 സഭകൾക്കുള്ള ദൂത്. അതിനായിട്ടാണ് ഞാനിപ്പോൾ നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത്.
യോഹന്നാൻ എന്ന അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സുവിശേഷബദ്ധനായി നാടുകടത്തപ്പെട്ടു. അത് പത്മോസ് എന്ന ദ്വീപിലേക്കായിരുന്നു. ഇരുണ്ട ഒരു അധ്യായം തന്നെയാണ്, ഇരുണ്ട ഒരു കാലഘട്ടമാണ്. ആ ഏകാന്ത തടവിൽ പത്മോസ് എന്ന ദ്വീപിലേക്ക് കടന്നു പോകുമ്പോൾ തന്റെ സഹപ്രവർത്തകരോ തന്നെ പ്രാർത്ഥിച്ച് സഹായിക്കുന്നവരോ തന്നോടൊപ്പം നിൽക്കുന്നവരോ ഇരിക്കുന്നവരോ പ്രവർത്തിച്ചവരോ ഒന്നും ഉണ്ടായിരുന്നില്ല. താൻ ഏകനായിരുന്നു. ഏകനായിട്ട് താൻ ആ ദ്വീപിൽ കിടക്കുമ്പോൾ കടലിന്റെ ഇരമ്പുകളും തിരമാലയുടെ ശക്തികളും തനിക്ക് ദൂരെ കാണാം. ആ ദ്വീപിൽ അനേക വിഷ പാമ്പുകളും വിഷത്തേളുകളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ദ്വീപിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സ്ഥലം. എല്ലാ പ്രതീക്ഷകളും, എല്ലാ ചിന്തകളും, എല്ലാ മോഹങ്ങളും, എല്ലാ വിചാരങ്ങളും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. രാത്രിയുടെ ഏകാന്തതകളിൽ ഭയത്തിന്റെ കരിനിഴൽ പാകിയതായിരിക്കുന്ന പാതയിൽ ഇരുന്നു കൊണ്ട് താൻ രക്ഷകനായ വിളിച്ച് വേർതിരിച്ച തമ്പുരാന്റെ അരികിലേക്ക് കണ്ണുകളെ ഉയർത്തി. 121-ാം സങ്കീർത്തനം വായിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അവിടെ വായിക്കുന്നത് 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ക്രിസ്തുവിൽ ബദ്ധനായിട്ട് കിടക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി. അന്ന് കർത്തൃ ദിവസമായിരുന്നു. താൻ ആത്മാവിൽ ആരാധിച്ചു, ആത്മാവിൽ പാടി, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ഒരു വ്യക്തി വേർതിരിക്കപ്പെടുമ്പോൾ അവന്റെ മുൻപിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ ഏതുമാകട്ടെ, പ്രതിസന്ധികൾ ഏതുമാകട്ടെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അതുകൊണ്ട് ഒരു ഭയവും കൂടാതെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു വന്ന ദൈവദാസൻ ആത്മാവിൽ ആരാധിപ്പാനിടയായിട്ട്, ആത്മാവിൽ താൻ സ്വർഗം വരെ എത്തുവാനിടയായിട്ട്, അങ്ങനെ ആരാധിക്കുന്ന സമയത്താണ് ഈ ദർശനം തനിക്ക് കാണുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതയുടെ നടുവിലാണ് നമുക്ക് വാതിൽ തുറക്കുന്നത്, കഷ്ടതയുടെ നടുവിലാണ് ദർശനം ഉണ്ടാകുന്നത്, കഷ്ടതയുടെ നടുവിലാണ് വിജയകരമായ പാത ദൈവം നമുക്കായി ഒരുക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പിടിവള്ളിയായി ഒരു പാത നമുക്കായി തുറക്കുന്നത്. എല്ലാവരും നമ്മെ നിന്ദിക്കുമ്പോൾ, എല്ലാവരും നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ, എല്ലാവരും വെറുക്കപ്പെട്ടവരായി നാം ഏകനായോ കുടുംബമായി ഏകാന്തതയുടെ ആ ദുഃഖ നൊമ്പരങ്ങളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഭവനത്തിന്റെ ഏകാന്തതയിലും ജോലിയുടെ വേദനകളിലും മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്റെ അരികിലേക്ക് അവൻ അടുത്തു വരും, നിന്നെ വിടിവിക്കുവാൻ. നീ തനിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അരികിലേക്ക് അടുത്ത് വന്ന് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും. നീ വിളിച്ചപേക്ഷിച്ച നാളിൽ ഞാൻ നിനക്ക് ഉത്തരം അരുളും. കഷ്ടതകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇന്ന് വിടിവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-9 വായിക്കുമ്പോൾ, പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വെറുതെയല്ല, അവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും വിശ്വസ്തയോടെ നിൽക്കുക എന്ന് മാത്രമാണ്. അവിടെയാണ് നമുക്ക് വിജയവും അനുഗ്രഹവും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. 2 തെസ്സലോനിക്ക 2:14 വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ അവൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ മഹത്വം കാണുവാൻ കഴിഞ്ഞത് യോഹന്നാനാണ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നു.
ഈ ദർശനം കണ്ടിരിക്കുന്നു, കാഴ്ചപ്പാട് കണ്ടിരിക്കുന്നു. ആ ഭാഗം ഞാൻ നിർത്തുകയാണ്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. കാരണം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മധ്യാകാശത്തിൽ വരുമ്പോൾ ആ തേജസ്സേറിയ പൊന്മുഖം കണ്ട് തേജോമനായ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു കാലമുണ്ടെന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് നിരാശയില്ല, സങ്കടമില്ല, വ്യതയില്ല, വേദനകളില്ല. ഈ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പരിഭു പ്രയാണത്തിൽ പ്രിയനെ ചാരിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ദൈവം വചനങ്ങളാൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സുഖസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കും, രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായി താമസിച്ച ജോലി ചെയ്യുന്നവരെ ഓർക്കുന്നു. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ പല പ്രവാസികളും വളരെ മാനസികമായ വിഷമതയിലാണ്. അവരെല്ലാം ഓർത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവാശ്വാസം കൊണ്ട് നിറയ്ക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, മഹത്വം കണ്ടെത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച്